ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കുറേ കാലങ്ങൾക്ക് ശേഷം മേഘയുടെ ഫ്രണ്ടിനെ കാണുകയാണ്. കണ്ടപ്പോൾ തന്നെ ഹായ് വിനി, ഹായ് മേഘ. ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് മേഘ പോവുകയാണ്. അവളെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ഹൗ ആർ യു? ഗുഡ്. ഹൗ ആർ യു? മേഘ ചോദിക്കുകയാണ് വിനിയോട്, നിനക്ക് സുഖമല്ലേ? പിന്നെ അല്ലാതെ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം. ശരി, എന്താ കഴിക്കുന്നേ? ജ്യൂസ്? എക്സ്ക്യൂസ് മീ, എന്താ മാഡം? 2 ബട്ടർ ഫ്രൂട്ട് ജ്യൂസാണോ? ഇപ്പോൾ കൊണ്ടുവരാം മാഡം. താങ്ക് യു. നിൻ്റെ കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്നു. നിൻ്റെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. നിൻ്റെ വീട്ടിലുള്ളവരൊക്കെ അംഗീകരിച്ചോ? എല്ലാവരും അംഗീകരിച്ചു. ഇപ്പോഴാണ് പ്രിയ സന്തോഷമായിട്ട് ഇരിക്കുന്നത്. പിന്നല്ലാതെ, ഇത്രയും വർഷം അനാഥാലയത്തിൽ അവൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. എന്തായാലും നീ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെയാണ് നല്ലത്. അവൾ വീട്ടിൽ വന്നത് അവൾക്കത്ര നല്ലതായിരിക്കാം, പക്ഷേ എനിക്കത്ര നല്ലതല്ല. എൻ്റെ ജീവിതം തന്നെ തകർന്നു. എൻ്റെ സ്വപ്നങ്ങളും ആശകളും എല്ലാം തകർന്നുപോയി. അന്ന് പ്രിയ കല്യാണ മണ്ഡപത്തിൽ വരാതിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് എന്നെ വിവാഹം കഴിക്കുമായിരുന്നു. പക്ഷേ എല്ലാം അവൾ സ്പോയിൽ ചെയ്ത് കളഞ്ഞു. അല്ല, മനീഷ് എവിടെയുണ്ട്? അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയോ? മനീഷ്? അവനിപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെയുണ്ട്. എന്താ? മനീഷ് നിൻ്റെ ഓഫീസിലാണെന്നോ? എന്താ മേഘ നീ പറയുന്നേ? അതെ വിനീത, സിദ്ധാർത്ഥാണ് മനീഷിനെ ജോലിക്കെടുത്തത്. സിദ്ധാർത്ഥിൻ്റെ അടുത്ത് മനീഷ് വന്നതും ഇൻ്റർവ്യൂ കഴിഞ്ഞതും ജോലിക്കെടുത്തതും ഒക്കെ വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിനീതയോട് മേഘ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ്റെ കഴുത്തിൽ മാലയുണ്ട്, അതിൽ ലോക്കറ്റിൽ 2 പേരുടെയും ഫോട്ടോ ഉണ്ട് എന്നൊക്കെ പറയാണ്. അവസാനം അവൻ ചോദിച്ചത്, പ്രിയയുടെ അച്ഛനാരാ? അപ്പോൾ അവൾ തിരിച്ചടിച്ചതും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിനീത പറയാണ്, നീ എങ്ങനെ ജീവിക്കേണ്ടവളാണ്. നിന്നെ ഇങ്ങനെ കാണുന്നതിൽ വളരെ വിഷമമുണ്ട്. നമ്മുടെ തലയിൽ എന്താണോ എഴുതിയത് അതല്ലേ നടക്കൂ. മാഡം, ജ്യൂസ്. അപ്പോഴേക്കും ജ്യൂസ് എത്തി. 2 പേരും അങ്ങനെ ജ്യൂസ് കുടിക്കുകയാണ്. പിന്നെ 2 പേരും ജ്യൂസ് കുടിക്കുകയാണ്. ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കൊച്ചു കൊച്ചു സംസാരങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഓക്കെ വിനി, എനിക്ക് സമയമായി, ഞാനൊന്ന് ഇറങ്ങട്ടെ. മനീഷ് നിന്നെ വന്ന് കണ്ടാലേ എന്നെക്കുറിച്ച് ഉറപ്പായിട്ടും എന്തെങ്കിലും ചോദിക്കും. നീ അവനോടൊന്നും പറയരുത്, പ്രത്യേകിച്ചും പ്രിയയെക്കുറിച്ച് ഒന്നും പറയരുത്. ഇല്ല, ഉറപ്പായും പറയില്ല. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്ക്. ശരി മേഘ, നമുക്ക് കാണാം. അപ്പോൾ കാണാം, ബൈ ബൈ എന്ന് പറഞ്ഞ് 2 പേരും പിരിയാണ്. പിന്നെ ചന്ദ്രികയും ഗീതയും ഒക്കെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പോൾ ചന്ദ്രികയുടെ ഫോണിലൊരു കോൾ വരികയാണ്. ചന്ദ്രിക കോൾ എടുത്തിട്ട് പറയാണ്, അനു എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? എന്താ അനു? ഹലോ ചന്ദ്രിക, നീ മീറ്റിങ്ങിലാണോ? ഞാൻ വേണമെങ്കിൽ പിന്നെ വിളിച്ചോളാം. മീറ്റിങ്ങിലൊന്നുമല്ല. എന്താ കാര്യം പറയും. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കാം. എന്താ? കോഫി ഷോപ്പിൽ വെച്ച് കാണാൻ പോകുന്നോ? എന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അദ്ദേഹമാണ് വിളിച്ചിട്ട് കോഫി ഷോപ്പിൽ വെച്ച് കാണാം, കുറേ സംസാരിക്കണം എന്ന് പറഞ്ഞത്. എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നത്. ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ചന്ദ്രികെ. നാളെ സിദ്ധു എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്താൽ നാളെ ഈ ലോകത്ത് എന്നേക്കാൾ വലിയ സന്തോഷവതിയായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. നിനക്കെന്താ തോന്നുന്നത് ചന്ദ്രികെ? സിദ്ധു എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുമെന്നാണോ അതോ റിജക്റ്റ് ചെയ്യുമെന്നാണോ കരുതുന്നത്? ഓക്കെ, എനിക്കെങ്ങനെ അറിയാനാ? നീ അദ്ദേഹത്തോട് തന്നെ ചോദിക്ക്. ഇത്രയും പറഞ്ഞ് ചന്ദ്രിക ഫോൺ കട്ട് ചെയ്ത് താഴെ വെച്ചു. അനു പിന്നെ ചിന്തിക്കുകയാണ്, ചന്ദ്രിക കോള് കട്ട് ചെയ്ത് വെച്ച സ്ഥിതിക്ക് നേരെ പോയി സിദ്ധു സാറിൻ്റെ ക്യാബിനിലേക്ക് ചെന്ന് സിദ്ധു സാറിൻ്റെ കോളറിലേക്ക് പിടിച്ച്, നിങ്ങൾ അനുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ മനസ്സിൽ സിദ്ധു സാറിനോട് സ്നേഹമുണ്ടെന്ന് അവൾ തന്നെ പറയട്ടെ. പിന്നെ അടുത്തിരുന്ന ഗീത പറയാണ്, ചന്ദ്രികയെ ആ വാട്ടർ ബോട്ടിൽ ഇങ്ങെടുത്തേ. ചന്ദ്രികയെ, നിന്നോടാ, ആ വാട്ടർ ബോട്ടിൽ ഇങ്ങെടുക്ക്. ഗീത വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് വെള്ളം എടുത്തു കൊടുക്കുകയൊന്നും ചെയ്യാതെ തന്നെ ചന്ദ്രിക നേരെ പോവുകയാണ്. അപ്പോൾ ഗീത മനസ്സിൽ ചിന്തിക്കുകയാണ്, വെള്ളം എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവിടെ എന്താ വെള്ളമൊന്നും എടുത്ത് തരാത്തത്? അങ്ങനെ പോവുകയാണല്ലോ. എന്ത് പറ്റി ഇവൾക്ക്? ചന്ദ്രിക നേരെ സിദ്ധുവിൻ്റെ ക്യാബിനിലേക്കാണ് പോയത്. സിദ്ധു ആണെങ്കിലോ ഒരു ലവിൻ്റെ ലോക്കറ്റ് കയ്യിൽ പിടിച്ച് അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു ഇടയ്ക്ക് ചന്ദ്രികയെ കണ്ടു. അപ്പോൾ ചന്ദ്രിക പറയാണ്, സോറി സാർ, ഞാൻ ശരിയല്ലാത്ത സമയത്താണ് വന്നതെന്ന് തോന്നുന്നു. അതെ,
ശരിയായ സമയത്ത് തന്നെയാണ് ചന്ദ്രിക വന്നത്. വന്നോളൂ, അകത്തേക്ക് വാ. പറയ്, എന്താ കാര്യം? ആ, അനു ഇപ്പോൾ വിളിച്ചിരുന്നു. സാറ് നാളെ അവളോട് കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. എനിക്ക് അനുവിനോട് കുറച്ചധികം മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്നെ സ്വീകരിക്കില്ലെന്ന് നീ ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതനായിരിക്കുന്നു. ചന്ദ്രികെ, നിനക്കൊരു കാര്യം അറിയോ? അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളോട് ഞാൻ സത്യസന്ധനായിരിക്കണമെന്ന് കരുതുന്നു. ഓ, അനുവിനോട് സത്യസന്ധനായിരിക്കാൻ പോവാണോ? വളരെ സന്തോഷം സാർ. ആശംസകൾ. ചന്ദ്രിക അവിടെ നിന്നില്ല. വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഓ, അയ്യോ പാവം. ഞാൻ അനുവിനെ സ്നേഹിക്കുന്നു എന്ന് കരുതി ചന്ദ്രിക വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ചന്ദ്രിക പിന്നെ ഒരു പാവ കണക്കിന് വന്നിട്ട് അവളുടെ സീറ്റിലിരിക്കുകയാണ്. ഇടയ്ക്ക് കരഞ്ഞ് കണ്ണീര് തുടക്കുകയും ചെയ്യുന്നുണ്ട്. കാണിക്കുന്നത് അനു സിദ്ധുവിനെ വിളിക്കുകയാണ്. പറഞ്ഞു അനു. എന്താ സാർ, ചന്ദ്രിക കാണാൻ അങ്ങോട്ട് വന്നു കാണുമല്ലോ. അനുവിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ചിരിക്കുമല്ലോ. അതേ അനു, ചന്ദ്രികയെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. നമുക്ക് ഈ ഡ്രാമ ഇതോടെ അങ്ങ് നിർത്തിയാലോ? ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഈ കാര്യം നാളെ തന്നെ ചന്ദ്രികയോട് തുറന്നു പറഞ്ഞാലോ? ഓക്കെ സാർ. ഓക്കെ ബൈ. പിന്നെ എല്ലാവരും ഓരോ ഭാഗത്ത് സൈഡായിട്ട് ഇരിക്കുകയാണ്. അതായത് അനുവും സൈഡായി, സിദ്ധാർത്ഥും സൈഡായിരിക്കുകയാണ്. അതേപോലെ തന്നെ ചന്ദ്രികയും ഓരോന്ന് ചിന്തിച്ച് ആലോചിച്ച് സൈഡായിരിക്കുകയാണ്. പിന്നെ വിനീത അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ മനീഷ് വണ്ടിയുമായിട്ട് അതുവഴി വരികയാണ്. അപ്പോൾ മനീഷ് ചിന്തിക്കുകയാണ്, ഇത് വിനീതയാണല്ലോ, ഇവളെപ്പാ UK നിന്നും ഇങ്ങോട്ട് വന്നത്? ഈ വിനീത മേഘയുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങൾ സ്നേഹിക്കുന്ന കാലം മുതൽക്കേയുള്ള എല്ലാ കാര്യങ്ങളും ഈ വിനീതയ്ക്കറിയാം. ഇവളോട് ചോദിച്ചാൽ മേഘയുടെ സീക്രട്ട് എന്താണെന്നറിയാം. പിന്നെ മനീഷ് വണ്ടി വേക്കിൽ എടുക്കുകയാണ്. എന്നിട്ട് വിളിക്കുകയാണ്, വിനീത. അയ്യോ, എന്നെ കണ്ടല്ലോ, ഇനിയിപ്പോൾ മേഘയുടെ ഡീറ്റെയിൽസൊക്കെ എന്നോട് ചോദിക്കുമല്ലോ. അപ്പോൾ എന്താ പറയുക? എന്താ വിനീത, എന്നെ കണ്ട ഉടനെ ഷോക്കായിപ്പോയോ? അങ്ങനെയൊന്നുമില്ല മനീഷ്. അപ്പോൾ മനീഷ് ചോദിക്കുകയാണ്, നാട്ടിലെപ്പോൾ എത്തിയേ? ലാസ്റ്റ് വീക്കാണ് എത്തിയത്. വീട്ടിൽ എല്ലാവർക്കും എങ്ങനെയിരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു. ഓക്കെ. പിന്നെ മേഘയെ നീ കണ്ടിരുന്നോ? അത് പിന്നെ ഇല്ല. എന്താ പറയുന്നേ? മേഘയെ നീ കണ്ടില്ലെന്നോ? ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ, എന്നിട്ട് ഇതുവരെ കണ്ടില്ലെന്ന് പറയുന്നു? വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിനീത, നിനക്കൊരു കാര്യം അറിയോ? മേഘയും ഞാനും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. കയറിക്കോ, ഞാൻ നിന്നെ മേഘയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. വേണ്ട, ഇപ്പോൾ സമയമായി. എനിക്ക് വേറെ പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. പിന്നെ ഒരു ദിവസം പോകാം. ബായ്. അപ്പോൾ മനീഷ് ബാക്കിൽ നിന്ന് വിളിക്കുകയാണ്, ഏയ് വിനീത. ഓ, പിന്നെ മനീഷ് പറയാണ്, പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. എനിക്കിത് വേറെ ആരോടും ചോദിക്കാൻ കഴിയില്ല. നിന്നോട് മാത്രമേ ചോദിക്കാൻ കഴിയൂ. മേഘയും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിനക്ക് മാത്രമേ അറിയൂ. മുമ്പ് കണ്ട മേഘയും ഇപ്പോൾ കണ്ട മേഘയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മേഘ ഒരുപാട് മാറിയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം അവളോട് ഉത്തരം ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് മാത്രമേ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റൂ. അപ്പോൾ വിനീത ചോദിക്കുകയാണ്, എന്ത് ചോദ്യം? UK നടന്ന ആക്സിഡൻറ്റിൽ ഞാൻ മരിച്ചെന്നു കരുതി മേഘ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തോടെ അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം അവൾ വിവാഹമേ കഴിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവാഹം കഴിക്കാത്ത അവളെന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വിവാഹം കഴിക്കാത്ത അവൾക്ക് എങ്ങനെയാ കുഞ്ഞുണ്ടായത്? ആ കുഞ്ഞിൻ്റെ അച്ഛനാരാ? മേഘ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്നെ ജീവനെ പോലെ സ്നേഹിച്ചവൾ ഇപ്പോൾ എന്തിനാ എന്നെ വിട്ട് അകലണം എന്ന് വിചാരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല. എന്തുകൊണ്ടാണ് മേഘ ഇങ്ങനെ മാറിയത്? സത്യത്തിൽ പ്രിയ ആരുടെ കുഞ്ഞാണ്? എനിക്ക് എങ്ങനെയാ അറിയാം മനീഷ്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. മേഘ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഞാനും അവളും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ശരി, എനിക്കുള്ള ക്യാബ് വന്നു, ഞാൻ പോട്ടെ. വിനീത പ്ലീസ്, മേഘയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ട് പോ. അവൾ എന്തായാലും നിന്നോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കില്ല. പ്രിയയുടെ അച്ഛൻ ആരാണെന്നെങ്കിലും പറ. ഇല്ല മനീഷ്, പ്രിയയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. വിനീത എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ തന്നെ പോവുകയാണ് മനീഷ്. വിനീത, ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ പ്ലീസ്. അപ്പോഴേക്കും അവൾ വണ്ടിയിൽ കയറി ഡോർ അടച്ചു കഴിഞ്ഞു.
സത്യം എന്താണെന്നറിയാൻ വേണ്ടിയാണ്. നീ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ട്. അപ്പോൾ വിനീത പറയാണ്, എനിക്കും ഒന്നും അറിയില്ല. എന്നിട്ട് പറയാണ്, വണ്ടി എടുക്ക്. അനീഷ് പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വിനീത, വിനീത. ശേഷം വണ്ടിയെടുത്ത് പോയതിന് ശേഷം അവൻ ചിന്തിക്കുകയാണ്, വിനീത എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മുന്നിൽ വന്ന് പെടും. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. ചന്ദ്രിക ഇതാ വീട്ടിൻ്റെ മുറ്റത്ത് കോലയിടുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രിക ചിന്തിക്കുകയാണ് അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ് ചന്ദ്രിക. അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളോട് ഞാൻ സത്യസന്ധനായിരിക്കണം എന്ന് കരുതുന്നു. പിന്നീട് വരയ്ക്കുന്ന കോലങ്ങളൊക്കെ ആർക്കോ വേണ്ടിയാണ്. അത് കണ്ടുകൊണ്ടാണ് സിദ്ധു ഇറങ്ങി വരുന്നത്. ഇപ്പോൾ സിദ്ധു കുറച്ച് സമയം അത് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് സിദ്ധു വിളിക്കുകയാണ്, ചന്ദ്രികയെ. ചന്ദ്രിക അനങ്ങുന്നില്ല. അതിനുശേഷം വീണ്ടും വിളിക്കുകയാണ് ശബ്ദത്തിൽ, ചന്ദ്രികയെ. എന്താ സാർ? അല്ല, ഇതെന്താ ചന്ദ്രികയെ? ചന്ദ്രിക അപ്പോഴാണ് വരച്ചുകൊണ്ടിരുന്ന കോലം ശ്രദ്ധിച്ചത്. അപ്പോൾ സിദ്ധു പറയാണ്, നീ എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്ന കോലം നല്ല ഭംഗി കാണാമല്ലോ. ഇതെന്താ ഇങ്ങനെ അലങ്കോലായിരിക്കുന്നേ? ഇന്നലെ മുതൽ നീ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയതുപോലെ ഉണ്ടല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ്, നിന്റെ മനസ്സിന് സമാധാനമില്ല എന്നെനിക്കറിയാം. ഞാൻ അനുവിനെ സ്നേഹിക്കുമോ എന്നുള്ള ഭയത്തിലാണ് നീ. നിന്റെ മനസ്സിലുള്ള സ്നേഹം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനും അനുവും ചേർന്ന് ഇങ്ങനെയൊരു നാടകം കളിക്കുന്നത്. എന്നാലോ നിന്റെ വിഷമം കാണുമ്പോൾ എൻ്റെ മനസ്സും വേദനിക്കുന്നുണ്ട്. ചന്ദ്രികയെ, എനിക്കൊരു സഹായം ചെയ്തു തരാമോ? പറയൂ സാർ. അവിടെ തോട്ടയില്ലേ, അവിടെ ഒരുപാട് റോസാപ്പൂക്കൾ ഉണ്ട്. അതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് എൻ്റെ റൂമിലൊന്ന് വെക്കാമോ? ദിന സാർ. എന്താ ചന്ദ്രിക ഇങ്ങനെ ചോദിക്കുന്നത്? അനുവിന് റോസാപ്പൂക്കൾ വലിയ ഇഷ്ടമാണ്. അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. അതും കൂടി കേട്ടപ്പോൾ പിന്നെ ചന്ദ്രിക വല്ലാതായി. സിദ്ധുവും തലതാഴ്ത്തി നിൽക്കുകയാണ് ചന്ദ്രികയുടെ മറുപടി എന്തായിരിക്കും എന്ന് കരുതിയിട്ട്. അപ്പം തന്നെ ചന്ദ്രിക പറയാണ്, അനുവിന് റോസാപ്പൂ ഇഷ്ടമാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി. വീട്ടിലെ തോട്ടത്തിൽ പൂത്ത പൂക്കളൊക്കെ പൂജയ്ക്ക് മാത്രമേ എടുക്കൂ. കണ്ടവർക്ക് കൊടുക്കാനൊന്നും പാടില്ല. അതും പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്രിക കോലം വരക്കൽ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്ന് സിദ്ധു ചിരിച്ചുകൊണ്ട് ആലോചിക്കുകയാണ്, നീ എന്താ റോസപ്പൂ പറിച്ചു തരാതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സിദ്ധു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പോൾ ചന്ദ്രിക വീണ്ടും ആ കോലം വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയതായിട്ട് കാണിക്കുന്നത് അനു വിളിച്ചിട്ട് സിദ്ധുവിനോട് പറയാണ്, ധൃതി കാട്ടല്ല സിദ്ധു, സ്വന്തം നാവ് കൊണ്ട് തന്നെ സിദ്ധുവിന് ഇഷ്ടമാണെന്ന് പറയണം. എന്നാലേ ഇത്രയും നാൾ സിദ്ധു കഷ്ടപ്പെട്ടതിന് ഒരു ഫലം ഉണ്ടാവും. മനീഷ് പറയുകയാണ്, ഞാൻ നല്ലവനായിരിക്കണം എന്നാണോ നിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഈ സ്വഭാവം മാറണമെന്നാണോ നിൻ്റെ ആഗ്രഹം? വിനിയോടാണ് ചോദിക്കുന്നത്, പ്രിയയുടെ അച്ഛനാരാ? സത്യം പറ. ചന്ദ്രിക കോഫി ഷോപ്പിലേക്ക് വരികയാണ്. അപ്പോൾ കാണുന്നത് അനുവിന് നല്ല ബൊക്ക പൂവ് കൊടുക്കുകയാണ് സിദ്ധു. റോസിൻ്റെ ആ ബൊക്ക അവൾക്ക് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ചന്ദ്രിക വരുന്നത്. അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സീ യു ഓൾ.